ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു SMPS വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. പവർ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ കാണുന്ന ഫാൻ വർക്ക് ചെയ്യും എന്നുണ്ടെങ്കിൽ SMPS നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ്. ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എളുപ്പ രീതിയാണ്. അതിനായിട്ട് ഈ കാണുന്നതിലെ ഗ്രീൻ വയറും ബ്ലാക്ക് വയറും കൂടി നമ്മൾ ഏതേലും ഒരു ബ്ലാക്ക് വയറും ആയി ഷോർട്ട് ചെയ്യേണ്ടതാണ്. അതിനായി നമുക്കിവിടെ ഒരു ജമ്പർ കേബിൾ യൂസ് ചെയ്യാം. അതിനായിട്ട് 1, 2, 3, 4 നാലാമത്തെ ഗ്രീൻ വയറും 5-മത്തെ ബ്ലാക്ക് വയറുമായിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിതിലേക്കൊരു കമ്പ്യൂട്ടറിൻ്റെ AC കോഡ് കണക്ട് ചെയ്യാം. AC കൊണ്ട് ഈ വശം SMPSലും കാണിച്ചിരിക്കുന്ന അതേപോലെ തന്നെ മറ്റേ സൈഡ് സോക്കറ്റിലും പ്ലഗ് ചെയ്യുക. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം SMPSനുള്ളിലെ ഫാൻ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ SMPS നല്ലതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ SMPS കംപ്ലൈൻ്റ് ആണ്. ഇത് പ്രോസസ്സറിന് പവർ ചെയ്യുന്നതാണ്. 12 വോൾട്ടും ഗ്രൗണ്ടും. ഇത് ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് പവർ ചെയ്യുന്നതിനും ഫ്ലോപ്പി ഡ്രൈവ്, CD ഡ്രൈവ് ഒക്കെ പവർ ചെയ്യുന്നതിന് വേണ്ടി. ഇതിനകത്ത് 5 വോൾട്ടും ഗ്രൗണ്ടും 12 വോൾട്ടും ഗ്രൗണ്ടുമാണ് വരുന്നത്. 4 വയർ. ഇത് മദർ ബോർഡ് പവർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് SMPSൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം. ഇൻപുട്ട് AC നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അത് നേരെ പോകുന്നത് ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്ററിലേക്കാണ് പോകുന്നത്. അത് ലോവർ ഫ്രീക്വൻസിയെ ഹയർ ഫ്രീക്വൻസി ആക്കുന്നു. അടുത്തത് പോകുന്നത് പവർ ട്രാൻസ്ഫോമറിലേക്കാണ്. വോൾട്ടേജിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അടുത്ത പോകുന്നത് ഔട്ട്പുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽറ്റർ സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. നേരത്തെ കൺവേർട്ട് ചെയ്ത് വരുന്നതിൽ പ്യുവർ ആയിട്ടുള്ള DC ആയിരിക്കില്ല, അതിന് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ടിൽ ഒരു റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്നത് കൺട്രോൾ സർക്യൂട്ടാണ്. ഇവിടെ കൺട്രോൾ സർക്യൂട്ട് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഒരു കമ്മ്യൂട്ടേറ്ററും പൾസ് വിഡ്ത്ത് മോഡുലേറ്ററും ഉണ്ട്. DC ഔട്ട്പുട്ടിലെ എറർ അത് ചെക്ക് ചെയ്തതിന് ശേഷം താരതമ്യം ചെയ്യും. റെക്ടിഫയറിന്റെ വാല്യൂ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കും. ഔട്ട്പുട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചോപ്പിംഗ് ഫ്രീക്വൻസി കുറഞ്ഞ് ഔട്ട്പുട്ട് കുറയ്ക്കുകയും, ഔട്ട്പുട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചോപ്പിംഗ് ഫ്രീക്വൻസി കൂട്ടി ഔട്ട്പുട്ട് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. പൾസ് വിഡ്ത്ത് ജനറേറ്റർ PWM കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചോപ്പിംഗ് ഫ്രീക്വൻസിയെ അത് ഉപയോഗിച്ച് ചോപ്പിംഗ് ഫ്രീക്വൻസിയെ കൺട്രോൾ ചെയ്യുന്നു. ഇത്രയാണ് SMPSൻ്റെ വർക്കിംഗ്.